നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ചില ചിരികളുണ്ട്, കണ്ടയുടൻ മനസ്സിൽ മായാതെ നിൽക്കുന്നവ. ചില കരച്ചിലുകളുണ്ട്, നെഞ്ചിൽ കനലായി അവശേഷിക്കുന്നവ. ആ ചിരിക്കും കരച്ചിലിനും പിന്നിൽ ഒരു തബലയുടെ താളമുണ്ടായിരുന്നു. അതായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. തൃശൂരിലെ വടക്കാഞ്ചേരിയിലുള്ള ഒടുവിൽ എന്ന തറവാട്ടു പേര് അദ്ദേഹം സ്വന്തം പേരിനോടൊപ്പം ചേർത്തപ്പോൾ അതൊരു നാടിന്റെ വിലാസമായി മാറി. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ വിയോഗം ആ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. പഠനത്തെക്കാൾ ഉണ്ണിയുടെ മനസ്സ് കീഴടക്കിയത് സംഗീതവും താളവുമായിരുന്നു. അഭിനയത്തിലേക്ക് എത്തും മുമ്പ് അദ്ദേഹം ഒരു മികച്ച തബല വിദ്വാനായിരുന്നു. കഠിനമായ ദാരിദ്ര്യത്തിനിടയിലും കലയെ കൈവിട്ടില്ല. വടക്കാഞ്ചേരിയിലെ നാടക സമിതിയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് പ്രശസ്തമായ KPSCയുടെ നാടകങ്ങളിൽ തബലിസ്റ്റായി മാറി. നാടകത്തിലെ ഗാനങ്ങൾക്ക് തബലയിലൂടെ ജീവൻ നൽകുമ്പോൾ ഉള്ളിലെ നടനെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് കഥാപ്രസംഗ വേദിയിലും അദ്ദേഹം തബലയുമായി സജീവമായി. തബലയുടെ താളത്തിൽ നിന്ന് അഭിനയത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹം നടന്നു കയറിയത് തികച്ചും അവിചാരിതമായാണ്. തോപ്പിൽ ബാസിയുടെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തിന്റെ ആദ്യാക്ഷരം കുറിച്ചും 1973 PN മോഹനൻ സംവിധാനം ചെയ്ത ദർശനം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന ചിത്രത്തിലെ ജീപ്പ് ഡ്രൈവറുടെ വേഷമാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ കൃത്യമായ ഒരു മേൽവിലാസം നൽകിയത്. ഹാസ്യമാവട്ടെ, ഗൗരവമാവട്ടെ, വില്ലത്തരമാവട്ടെ, ഒടുവിലിന്റെ കൈകളിൽ അത് ഭദ്രമായിരുന്നു. സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലെ നിഷ്കളങ്കനായ ഗ്രാമീണനായും ഭരതൻ ചിത്രങ്ങളിലെ ആഴമുള്ള കഥാപാത്രങ്ങളായും അദ്ദേഹം ജീവിച്ചു. ദേവാസുരത്തിലെ പെരിങ്ങോടൻ എന്ന വേഷവും നിഴൽക്കൂത്തിലെ വധശിക്ഷ നടപ്പിലാക്കുന്ന ജയിലറുടെ വേഷവും അദ്ദേഹത്തിന്റെ അഭിനയ സൗകുമാര്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഒടുവിൽ നിഴൽക്കൂത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. രോഗബാധിതനായിരിക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം ഊർജ്ജസ്വലനായിരുന്നു. തബലയുടെ കട്ടകളിൽ വിരിഞ്ഞ ആ താളം 2026 മെയ് മാസത്തിൽ എന്നേക്കുമായി നിലച്ചു. ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും കടിച്ചു കൊന്നു എന്തൊക്കെ ഉണ്ടാക്കും. നെഞ്ചിന്റെ പടപ്പ് തിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാൽ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടൻ മലയാളികളുടെ മനസ്സിൽ ഇട്ടേച്ചു പോയ ഒടുക്കമില്ലാത്ത ഓർമ്മകളാണ് ആ ചിരിയും ആ വലങ്കയുടെ ചലനം. നന്ദി, നമസ്കാരം.